ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് റീസെന്റ് ഓൾ ടൈം ഹൈ അതുപോലെ മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നല്ല, ജസ്റ്റ് എൻ്റെതായ ഒരു വ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതൊരു സ്റ്റോക്സ് ബൈ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം ബൈ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ ആഴ്ച ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് പ്രൈം പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇതും ഒരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലൊക്കെ സപ്പോർട്ടാണ്, അതായത് ഒരു 35 ലെവൽ അതുപോലെ 38 ലെവലൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ടച്ച് ചെയ്ത് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് സുന്ദരം ഫിനാൻസ് ഹോൾഡ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും ഒരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വോളിയത്തിൽ തന്നെയാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഇതിനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു 302 മുതൽ 346 വരെ ഇതിൻ്റെ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടത് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ. അടുത്ത സ്റ്റോക്സ് സൈബർ ടെക് സിസ്റ്റംസ് ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. അതും ഒരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു സപ്പോർട്ട് ലെവലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അത് സപ്പോർട്ട് എന്ന് പറയുന്നത് 215 ലെവലൊക്കെയാണ് സപ്പോർട്ട് വരുന്നത് ഇനി. അപ്പോൾ ആ ഒരു ലെവലൊക്കെ വന്ന് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും നമ്മൾ ബൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് റീടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലൊക്കെ വരാണെങ്കിൽ വന്നിട്ട് തിരിച്ച് കയറാണെങ്കിൽ ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്സ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫിബോനാച്ചി ലെവൽ വെച്ച് മെഷർ ചെയ്യാം. അതിൽ നമ്മൾ ഈ 0.618 ലെവൽ അതുപോലെ 0.5 ലെവൽ ഈ ലെവലൊക്കെ വന്ന് റീട്രേസ് ചെയ്യാൻ നോക്കാം. സാധാരണ ഈ ലെവൽസൊക്കെ ടച്ച് ചെയ്ത് മാർക്കറ്റ് റിട്രേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ലെവൽ ടച്ച് ചെയ്ത് റിട്രേസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്സ് ബൈ എടുക്കാമെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള വലിയൊരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് ചിലപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് വന്നത് റാംസൺസ് പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ്. അതും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലിന് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, ഈ സ്റ്റോക്സും പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് GSPL ആണ്. അപ്പോൾ GSPLും ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഈ ഒരു 407 അതുപോലെ 380 സപ്പോർട്ട് ലെവലൊക്കെ ടച്ച് ചെയ്ത് തിരിച്ച് കയറി പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ ക്യാൻഡിലിനെ ലോയ്ക്ക് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അടുത്തത് യൂണിക് ഓർഗാനിക്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഇനിയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 150 124 ലെവലൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റോക്സൊക്കെ ഈ ലെവലൊക്കെ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ബൈ എടുക്കാൻ പറ്റിയൊരു സ്റ്റോക്സ് ആണ്. പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്സ് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ലെവലിലൊക്കെ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് താഴെ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. താഴെ വന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് ബൈ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തത് സഫാരി ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതും ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമുക്കിവിടെ ബൈ ഒക്കെ എടുക്കാൻ പറ്റിയ സ്റ്റോക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇതും പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്സ് ആണ് സഫാരി ഇന്ത്യ ലിമിറ്റഡ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബ്ലെൻഡ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ചിലപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതല്ല, ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു ഹൈയും കൂടി ബ്രേക്ക് ചെയ്ത് പോയാൽ ഇതൊരു പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് വരത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്കറിയാൻ സാധിക്കും ഇത് പുതിയൊരു ഹൈ എടുത്ത് പോകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച മൾട്ടി ഇയർ അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന സ്റ്റോക്സുകൾ. അത് നമ്മൾ ഈ സ്റ്റോക്സുകൾ 161 സ്റ്റോക്സുകളിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത സ്റ്റോക്സുകളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സ്റ്റോക്സുകൾ ചാർട്ട് വൈസ് ഗുഡ് ആയിരുന്നു. പക്ഷേ ഫണ്ടമെൻ്റലി വീക്ക് ആയതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത്. ഈ സ്റ്റോക്സിലൊക്കെ ഫണ്ടമെൻ്റലി ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ബൈ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു അനാലിസിസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.